നമസ്തേ. ടാരോ ടോക്ക് വിത്ത് അനിത എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്നും കറണ്ട് എനർജി ഓഫ് യോഴ്സ്, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നും ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള 3 കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ഇടയിലുള്ള 2 പേര് തമ്മിലുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ സ്നേഹബന്ധം ആവാം, എന്തോ ആയിക്കോട്ടെ. അതിനകത്ത് എനർജി ചോദിച്ചപ്പോൾ ഒരു സെലിബ്രേഷൻ്റെ സമയമായിട്ടാണ് കാണുന്നത്. ഇതൊരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ, നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഒരു പക്ഷേ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിൻ്റെ സന്തോഷമാണോ, എന്തായാലും നിങ്ങളൊരു ആഘോഷത്തിൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നത്. റീസെൻ്റായിട്ട് തുടങ്ങിയ റിലേഷൻ ആവാം, അറിയില്ല. എന്തായാലും ആഘോഷത്തിൻ്റെയാണ്. നിങ്ങളുടെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞൊരു എനർജിയാണ് കാണുന്നത്. പേജ് ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങൾ കുറച്ചധികം ആവേശത്തിലാണ്. ഈ റിലേഷൻഷിപ്പിനെ പറ്റി നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു വൈകാരികമായ തലത്തിൽ ഒരു അധികമായ ആവേശവും ധൃതിയും അങ്ങനെ മറ്റും ഉള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇതൊരു പക്ഷേ ഇത്ര ആവേശങ്ങൾ മറ്റേ ആളെ അവർക്കത്ര കംഫർട്ടായി തോന്നണമെന്നില്ല. ഈ ഒരു ആക്ഷൻ അവരുടെ എനർജി എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ എനർജിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് രണ്ടിലൊരാൾ ഇത് തുടർന്ന് പോവില്ല. കാരണം ഈ എനർജികളെല്ലാം അതാണ് കാണിക്കുന്നത്. ഇത് അവസാനം രണ്ടുപേരും തുടർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഒരാൾ എന്തായാലും ഈ വികാരങ്ങളെല്ലാം ഇവിടെ നിർത്തിവെച്ച് തിരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇതിനെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിതിനെ അംഗീകരിക്കുന്നു, നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.